പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു സാമൂഹിക ഘടകം, അതായത് ഒരു സമുദായ സംഘടനയോ ഒരു മഠമോ ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു മതസംഘടനയോ ഞങ്ങളുടെ ആളുകളെ മന്ത്രിയാക്കണമെന്ന് ഒരു ജനാധിപത്യ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഒരു മഹാപരാധമാണോ? ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും മന്ത്രിമാരും അവർക്കൊരു ബോധമുണ്ടല്ലോ, അവരെ ജനങ്ങളാണല്ലോ തെരഞ്ഞെടുത്തത്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ ആർക്കും അതിൽ ആ ആളുകളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ MLA-മാരിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും KC-ക്ക് പിന്നെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയാണോ? പിന്നെ ലിൻഡോ ജോൺ അങ്ങ് പറഞ്ഞ് കത്തി കയറി പോയല്ലോ, പിന്നെ വർഗീയത പറഞ്ഞിട്ട്. ആരുടെ? പിന്നെ വെള്ളാപ്പള്ളിയെ 150 മീറ്റർ കാറിൽ പിണറായി കയറ്റി. അത് നിങ്ങൾ വലിയ പ്രചരണമായിട്ട് എടുത്തു. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ചാനൽ പത്രപ്രവർത്തകർ വന്നിട്ട് ചോദിച്ചു, താങ്കൾ മുഖ്യമന്ത്രിയായാൽ ഈ വെള്ളാപ്പള്ളിയെ കാറി കയറ്റോ? എന്തായിരുന്നു മറുപടി? കയറ്റും എന്നാ പറഞ്ഞത്. അതിനൊന്നും ഇല്ലേ? വെള്ളാപ്പള്ളി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ എന്താണ്? പിതൃസ്ഥാനീയനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇല്ലേ? ഇതൊക്കെ ഇവർ നിഷേധിക്കുക ഈ പറഞ്ഞവര്. എന്നിട്ട് ഇനി ഇവിടുത്തെ വർഗീയത പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നിയാൽ ഞാൻ പറയുന്നു, വെള്ളാപ്പള്ളി BJP-യുടെ പ്രതീതിയല്ല. അയാൾ വർഗീയത പറയുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് പറയുന്നതിന് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് ഞങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്. ഭയങ്കരം തന്നെ. പക്ഷേ ഇവിടെ RSS-മായി നേരിട്ട് ബന്ധമല്ലല്ലോ വെള്ളാപ്പള്ളിക്കുള്ളത്. RSS നേരിട്ട് BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി, അതിന് NDA കൊണ്ട് ചാർത്തി. BDJS എന്ന പാർട്ടി ഉണ്ടാക്കിയതിന് പിന്നിൽ RSS തന്നെയാണ്. എന്താ സംശയം? അതുകൊണ്ട് NDA കൊണ്ട് ചേർത്തു. പിന്നെ RSS-ആയിട്ട് ബന്ധമില്ലാതിരിക്കുന്ന എങ്ങനെ? വെള്ളാപ്പള്ളി BDJS-ൽ അംഗമല്ല, വെള്ളാപ്പള്ളിയുടെ മകനാണ് BDJS-ൽ അംഗം. മകൻ BDJS ആയതുകൊണ്ട് നിങ്ങൾ ചിരിക്കണ്ട. ഞാൻ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ചോദിക്കട്ടെ, ആന്റണിയുടെ മകൻ എവിടെയാ? എന്താ നിങ്ങൾ ചിരിക്കാത്ത? ആന്റണിയുടെ മകൻ ഇപ്പൊ BJP-യിലാണല്ലോ. വെള്ളാപ്പള്ളിയുടെ മകൻ BJP ആണ്. ഞങ്ങൾ വെള്ളാപ്പള്ളിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. എന്റെ വിഷയം ഇതാണ്. KPCC-യുടെ പ്രസിഡന്റാണ് K. സുധാകരൻ. അയാൾ എന്താ പറഞ്ഞു? എനിക്ക് തോന്നിയാൽ I will go with BJP. കഴിഞ്ഞില്ല. RSS-ന്റെ ആയുധ പരിശീലന ക്യാമ്പിനെ CPM ആക്രമിക്കുമെന്ന് കരുതി ഞാൻ അതിന് കാവൽ നിന്നിട്ടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പ്രസംഗിച്ചത് KPCC-യുടെ പ്രസിഡന്റാണ്. വയനാട് പാർലമെന്റിലെ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ ആ രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. എന്റെ അച്ഛന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ് വീട്ടിൽ അടങ്ങിയിരിക്കല്ലേ ചെയ്തത്. ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചില്ലെങ്കിലും ആ രാമക്ഷേത്രത്തിന് എന്റെ വക 3 വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്യുന്നു. രാമക്ഷേത്രത്തിന് 3 വെള്ളി ഇഷ്ടിക കൊടുത്ത പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ വീടില്ലാത്തവർക്ക് കൊടുക്കാൻ പണമില്ല. അത് അടുത്ത വിഷയം, അതവിടെ നിൽക്കട്ടെ. RSS ആണ് രാമക്ഷേത്രം ഉണ്ടാക്കുന്നത്. ആ രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ്, രാജീവിന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. ഞാൻ RSS ആകും എന്ന്, ഞാൻ BJP ആകും എന്ന് പറഞ്ഞിട്ടുള്ളത് KPCC-യുടെ പ്രസിഡന്റാണ്. ആഞ്ജനേയ സ്വാമി. ശരി രാമപ്രസാദ്. ശ്രീ ജിൻഡോ ജോൺ, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. താങ്കൾ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി രാമക്ഷേത്രത്തിന് സിൽവർ ഇഷ്ടിക കൊടുത്തുവെന്ന് തെളിയിക്കണം, ഈ ചർച്ചയിൽ തെളിയിക്കണം. എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പറഞ്ഞിട്ടില്ല. രാമക്ഷേത്രത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തു. തെളിവ് കാണിച്ചോ? പത്രവാർത്തയും ഏതാണ് എപ്പോഴാണ് എങ്ങനെയാണെന്ന് അജിംസിന് അയച്ചു കൊടുക്ക്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. മീഡിയ മണ്ണിലൂടെ കാണിച്ചു കൊടുക്കുക. വെല്ലുവിളിച്ച് കള്ളത്തരം പറഞ്ഞിട്ട് കാണാൻ കഴിയോ? വെള്ളി ഇഷ്ടിക കൊടുത്തേ കാണാൻ കഴിയോ? ഇവൻ നമ്മൾ നാണം കെടുത്തുന്നോണ കേട്ടാ. പത്രവാർത്തയിൽ ഈ വാർത്തകളെല്ലാം വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയത് ഏത് പത്രത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി ചെയ്യുന്നു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പരസ്യമായ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നുണ്ടോ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു.
അതും ഇല്ലാതായി. ചർച്ചയ്ക്ക് പ്രിയങ്ക ഉള്ളത് ഇത് ഗാന്ധി ചർച്ച പറയൂ. തന്നെയല്ലേ? എന്താ ഈ പറഞ്ഞാൽ ചർച്ചയിൽ പ്രിയങ്ക എന്താ ഗാന്ധി ചോദിക്കുന്നത്? വിമർശനത്തിന് താങ്കൾക്ക് അതീത. വിവരം എവിടെ നിന്ന് കിട്ടി? ഇത് പ്രിയങ്ക ഗാന്ധി ചർച്ചയ്ക്കാണ്. രാമക്ഷേത്രത്തിൽ നിങ്ങൾ വെള്ളിയിട്ട് എന്താ വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ വിവരം എവിടെ വെല്ലുവിളിച്ച കിട്ടി? എഡിറ്റ് വന്ന ആളാണ് ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുണ്ടോ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? സകല പത്രങ്ങളിലും വന്നു. സകല വാർത്തകളിലല്ല, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു, ഹിന്ദുവിലും വന്നു, ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും വന്നു. ഏത് പത്രത്തിൽ? ഏത് തോന്നി വാർത്ത പറയരുത്. വെറുതെ ഇന്ത്യൻ എക്സ്പ്രസ് ഏത് പത്രം വേണം? ഏത് ഡേറ്റിലാണ്? ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്. ഏത് ഡേറ്റിലാണ്? ഡേറ്റ് ഇപ്പൊ പറയാൻ കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുന്ന ഒരു അവസരം തരികയാണെങ്കിൽ, ഞാൻ വെല്ലുവിളിക്കുന്ന അവസരം തരികയാണെങ്കിൽ പെരുങ്കാളം പറയാതെ ഓക്കെ ഓക്കെ ഡേറ്റ് ഞാൻ വെല്ലുവിളിക്കുന്ന കയ്യൊപ്പം ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഞാൻ എടുത്തു വെച്ചിട്ടില്ല. വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? 100% ഞാൻ യോജിക്കുന്നു. ഇതുപോലെയുള്ള കാട്ടുകള്ളന്മാർ പെരുങ്കള്ളം പറയാൻ വന്നിരിക്കുക. അടുത്ത എന്താണ് നിങ്ങൾ വലിയ വർത്താനം പറയല്ലേ? ഞാൻ ഈ പറയുന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഡോക്ടർ ജിൻഡോ ജോൺ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ രണ്ട് കാര്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദു പച്ചക്കള്ളം പറയുന്ന പെരുങ്കള്ളനാണ് താങ്കൾ. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? കള്ളമല്ല. ഒരു നിമിഷം നിങ്ങൾ പറഞ്ഞതും കള്ളമാണ്. ആ വാദം ഉയർത്തണ്ട. നാസർ തെളിവ് കൊടുത്താൽ മതി, സംഭവം തീർന്നു. ഞാൻ തെളിവാണ് പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു അങ്ങനെ ഇത് വലിയ മാറണായില്ല. അല്ല, അത് കാണിച്ചു കൊടുത്താൽ മതി. ഏത് ഡേറ്റ്? ആ ഡേറ്റ് പറഞ്ഞാൽ മതി. ആ ഡേറ്റ് പറഞ്ഞാൽ തീർന്നു. കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തായിരുന്നോ? സ്ക്രീൻഷോട്ട് നമ്മൾ ചർച്ച ചെയ്താണോ? നിങ്ങൾ ഇപ്പൊ വന്ന് പിന്നെ കാണിക്കണം കൊടുത്താൽ പറഞ്ഞാൽ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ ഡേറ്റ് പറയാം. ഞാൻ പത്രം ഓക്കേ, കാണിക്കാം. നാസർ, ഇയാൾ നാസർ ഫേസ്ബുക്കിൽ തയ്യാറല്ല. പരസ്യമായ സംവാദത്തിന് ഒരു നിമിഷം, ജിൻഡോ ഒരു ജോൺ നിമിഷം. തയ്യാറുണ്ടോ? പരസ്യമായ സംവാദത്തിന് ഒറ്റ നിമിഷം. ഉണ്ടോ? നാസർ, അത് പറ. നാസർ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. ഇരിക്കേണ്ടി വരുന്നത്. നിക്ക് ഒരു നിമിഷം. നാസർ, നിങ്ങൾ ആ ഫേസ്ബുക്കിൽ ജിൻഡോയെ ടാഗ് ചെയ്തിട്ടാൽ മതി. വെറുതെ അല്ല നിങ്ങളെ പാർട്ടി ചർച്ച ഡൽഹിയിൽ കഴിഞ്ഞിട്ട് പോയി പോയി. അടിപിടി കൂടിയത്. ഓക്കേ, വെറുതെ അല്ല ജിൻഡോ നിങ്ങളെ പൂർത്തിയാക്കി. പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ പോയി അടിപിടി കൂടിയത്. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? ഞങ്ങളെ പറയണ്ട. 10 കൊല്ലം നിങ്ങൾ പുറത്തിരിക്കാൻ വന്നതുകൊണ്ടാണ്. നിങ്ങൾ ഈ പറഞ്ഞ തോന്നിവാസം തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ഞങ്ങൾ സൗകര്യമുള്ള ചെയ്യുന്നു. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. തെമ്മാടിത്തരം പറയരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. എന്റെ കയ്യിൽ ദേശാഭിമാനി തെളിവുണ്ട്. പത്രത്തിലും ചിന്താവാരിയിലും നിങ്ങൾ പറഞ്ഞ തെമ്മാടിത്തം. തെളിവുണ്ടെങ്കിൽ കാണിച്ചത്. ദേശാഭിമാനിയല്ല മിസ്റ്റർ. എവിടെ തെളിവ്? ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു രണ്ട് പത്രം. ആ വിഷയം എടുത്തിരിക്കൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ തെളിവ്. ഇപ്പൊ ഈ ചർച്ച ഇതിനല്ലേ ഒന്ന് പരസ്യമായ സംവാദം താങ്കൾ എവിടുന്നാ ഈ തെളിവ് കൊണ്ടുവന്നത്? ഇവന്മാരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. സംവാദമല്ല ഇത്. ഈ സംവാദത്തിലല്ലേ ചോദിക്കുന്നത്? വാർത്ത നാസർ കൊളായി നിങ്ങൾ അതിന്റെ പേപ്പർ കട്ടിങ് എന്നെയും ജിൻഡോയെ ഏത് ഹിന്ദു? ഫേസ്ബുക്കിൽ ഇട്ടാൽ ഏത് മതി. എക്സ്പ്രസ്? അത് കാണ- ഇതൊരു നടക്ക് പോണ മാതിരില്ല. കണ്ടാ മതി. ചുമ്മാ തള്ളിയിട്ട്. പേപ്പർ കട്ടിങ് ഉണ്ട്. അടുത്ത ചർച്ചയിൽ വിളിച്ചോ ജിൻഡോ ശരി, ജോൺ ശരി. വിളിച്ചോ, ഞാൻ കൊണ്ടുവരും. ശരി 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 ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. അടുത്ത ചർച്ചയിൽ ജിൻഡോ നാസർ ജോൺ കൊളായി അടുത്ത ഉച്ചിരുണ്ടെങ്കിൽ ചർച്ചയിൽ വരട്ടെ, ദാ ഞാൻ ഇത് കൊണ്ടുവരും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ഫേസ്ബുക്കിൽ ഇട്ടത് എന്നെയും ജിൻഡോയെ ടാഗ് ചെയ്തു, നമ്മൾ കണ്ടോ? എനിക്ക് ഉശിരുള്ളത് ചോദിച്ചത്. താങ്കൾക്ക് ഉശിരുണ്ടെങ്കിൽ തെളിവ് പുറത്തു ആ, ഞാൻ വിട്ടുതരാം. ടാഗ് ചെയ്തിട്ട് തരാം. ജിൻഡോ ജോണിനെയും അജിം ഷാനെയും ടാഗ് ചെയ്തിട്ട് തരാം. അതല്ല ഉച്ചിരി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.